ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കമല ആ വലിയ രഹസ്യം മനസ്സിലാക്കാണ്. അലീന യഥാർത്ഥത്തിൽ ആരാണെന്ന് തിരിച്ചറിയുന്ന ആ ഒരു അടിപൊളി എപ്പിസോഡാണ് കേട്ടോ. അങ്ങനെ അലീനയും മനുവും കൂടുതൽ അടുക്കുന്നുണ്ടോ ഭയന്ന് കമലക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ആ വേലക്കാരി പെണ്ണിനെ ഒരിക്കലും തൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് വരാൻ ഞാൻ അനുവദിക്കില്ല എന്ന് ദൃഢനിശ്ചയമെടുക്കും. എന്നാൽ തൻ്റെ ഭർത്താവിനെയോ മക്കളെയോ അവളിൽ നിന്ന് തനിക്ക് അകറ്റാൻ പറ്റിയില്ലല്ലോ എന്ന് അറിഞ്ഞ വൈജയ്ക്ക് തന്നെ മനുവിൻ്റെ കാര്യത്തിലും യാതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണല്ലോ ആ വീട്ടിൽ നിന്ന് താൻ പോയാൽ മാത്രമേ ആ വീട് പഴയതുപോലെ ആവൂ എന്ന് തോന്നല് അലീന ആ വീട് വിട്ട് പോകുന്നുണ്ട്. അത് ബാലചന്ദ്രൻ സ്വന്തം മകളെ അച്ഛൻ്റെ കയ്യിൽ തന്നെയാണ് ഏൽപ്പിക്കുന്നത് കേട്ടോ. അതിനാൽ മനു ഒരിക്കൽ അലീനയെ കാണാനായിട്ട് സ്റ്റാലിൻ ജോസഫിൻ്റെ ബംഗ്ലാവിലേക്ക് പോവാണ്. മനുവിനാണെങ്കിലോ അലീനയെ കാണാതിരിക്കാൻ വയ്യ. അലീനയ്ക്ക് മനുവിനെ കണ്ടതും അവൾ സന്തോഷത്തോടെ ഓടി വരുന്നുണ്ട്. മനുവേട്ടൻ എങ്ങനെ ഒരു മുന്നറിയിപ്പ് പോലും തന്നില്ലല്ലോ, എങ്ങനെ അഡ്രസ്സ് കിട്ടി? ബാലചന്ദ്രനെങ്കിലും ഉണ്ടാവുമ്പോൾ അതിന് പ്രയാസം ഉണ്ടാവുമോ? എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നി, ദേ ഞാൻ വന്നു. എന്നാലും മനുവേട്ട ഒരു സൂചന പോലും എനിക്ക് തന്നില്ലല്ലോ. അവളുടെ ആ സന്തോഷം ആവേശമൊക്കെ കാണുമ്പോൾ സ്റ്റാലിൻ ജോസഫ് അവിടെ സിറ്റൗട്ടിൽ നിന്ന് മനുവിനെയും അവളെയും നിരീക്ഷിക്കുന്നുണ്ടാവും. അവളുടെ മുഖത്ത് അവനെ കാണുമ്പോഴുള്ള പ്രകാശവും രക്തം വാർന്ന പോലെയുള്ള ചുവപ്പുള്ള മുഖവും എല്ലാം കണ്ടപ്പോൾ മനു ആരാണെന്ന ചോദ്യം അയാളുടെ മനസ്സിൽ വരുന്നുണ്ട്. വാ മനുവേട്ട എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ക്ഷണിക്കാണ്. സ്റ്റാലിൻ ജോസഫിനെ കണ്ടതും പെട്ടെന്ന് മനുവിൻ്റെയും അലിയുടെ മുഖം വിളറുന്നുണ്ട്. പപ്പ, ഇത് മനുവേട്ടൻ. ഈ അദ്ദേഹമാണ് എന്നെ ഓർഫനേജിൽ നിന്ന് മുത്തശ്ശനും കൂടെയാണ് ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ആ കടപ്പാടും സ്നേഹവും എനിക്ക് എന്നും ഉണ്ടാവും. എൻ്റെ കൂടെ ഏത് പ്രശ്നത്തിലും കൂടെ നിന്ന ആളാണ്. ഓ മനുശങ്കർ അല്ലേ? വൈജയുടെ അതെ, ശിവശങ്കരൻ മേനോൻ്റെ മകനാണെന്ന കാര്യം മനു കൂട്ടി യോജിപ്പിക്കുന്നുണ്ട്. എല്ലാവരെയും എനിക്കറിയാം. എല്ലാവരും കൂടെ ചേർന്നിട്ടാണല്ലോ എന്നെ ഈ അവസ്ഥയിലാക്കിയത്. എന്താ മനു എപ്പോൾ വന്നു, എപ്പോൾ തിരിച്ചു പോകും? വളരെ ദൃഢനിശ്ചയത്തോടെയുള്ള ഗൗരവമേറിയ ചോദ്യം കേട്ടതും മനു പറയും, ഞാൻ അലീനയെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ, ഉടനെ തിരിച്ചു പോകും അങ്കിള്. ഓ ശരി, എന്നാൽ ഞാനിപ്പോൾ എസ്റ്റേറ്റിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞാൻ പോയിട്ട് വരാം, നിങ്ങൾ സംസാരിക്കുക. മനു അധികം വൈകാതെ തിരിച്ചു പോകുമല്ലോ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമാട്ടോ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ഫോൺ ചെയ്ത് അവിടെയുള്ള ആൻ്റപ്പനോട് സ്റ്റാലിൻ ജോസഫ് പറയുന്നുണ്ട്, ദേ അവളുടെ ബന്ധുവായ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട്. ഒരു കണ്ണ് എപ്പോഴും വേണം. അവർ തമ്മിൽ സംസാരിക്കുന്നിടത്തും എപ്പോഴും ആൻ്റപ്പൻ്റെ ഒരു കണ്ണ് വേണം. എന്താ സാറേ അങ്ങനെ പറയുന്നത്? അലീനെക്കുറിച്ച് നല്ല കൊച്ചാണല്ലോ. അതെനിക്കറിയാം. അവളെ ഇഷ്ടമാണെന്നോ എനിക്കൊരു തോന്നല്. എൻ്റെ മകളെ ഒരിക്കലും ഞാൻ ആ കുടുംബത്തിലേക്ക് പറഞ്ഞു വിടില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാലിൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അലീനയും മനുവും കാര്യങ്ങളൊക്കെ സംസാരിക്കാട്ടോ. അലീന അവനക്ക് ഭക്ഷണം കൊടുക്കുക. പോവാൻ നേരത്ത് അലീനയോട് അവൻ പറയുന്നുണ്ട്, ഞാൻ പോവട്ടെ എന്ന് ചോദിക്കാണ്. അലീന സങ്കടത്തോട് പോകാൻ വേണ്ടി തല കുനിക്കുന്നുണ്ട്. എന്തായാലും അവിടുത്തെ കാര്യങ്ങൾ എന്താ മനുവേട്ട? ബബിതയും രോഹിത്തൊക്കെ പഴയതുപോലെയാണോ? അവരിപ്പോൾ അവരൊക്കെ നല്ല കുട്ടികളാണ്. അലീന അവർക്ക് നൽകിയ സ്നേഹവും ആത്മവിശ്വാസവും അവരിപ്പോൾ പഴയതിനേക്കാൾ ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. രോഹിത്ത് ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കുന്നുണ്ട്, അലീന ചേച്ചിയുടെ അഡ്രസ്സ് അങ്കിളോ അച്ഛനും മറ്റോ മനുവേട്ടനോട് പറഞ്ഞോ എന്ന്. ഇതുവരെ അവൻ്റെ അടുത്ത് ഞാനത് വെളിപ്പെടുത്തിയിട്ടില്ല. തൽക്കാലം അവരൊന്നും അറിയണ്ട. അവരെ കാണാൻ തോന്നുമ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നോളാം. ഇവിടുന്ന് പപ്പയ്ക്ക് ഞാൻ അത്രയും ദൂരം വരുന്നതും അവരെ കാണുന്നതെല്ലാം വലിയ ഇഷ്ടക്കേടുള്ളതുപോലെ തോന്നി. എന്തായാലും എനിക്കവരെ മറക്കാൻ പറ്റുമോ? എൻ്റെ കൂടപ്പിറപ്പുകളല്ലേ, ഞാൻ വരും എന്ന് മനുവിനോട് പറയാനട്ടോ. അതിശം മനു നിറക്കണ്ണുകളോടെയാണെങ്കിലും യാത്ര പറഞ്ഞ് പോകുന്നുണ്ട്. മനുവിൻ്റെ മനസ്സ് നിറയെ അലീന മാത്രമായിരുന്നു. അവളെ സ്വന്തമാക്കണം. അവളെ എനിക്ക് നഷ്ടപ്പെടുത്തിയാൽ പിന്നെ ഈ ലോകത്ത് താൻ എന്ത് നേടിയിട്ടും കാര്യമില്ല. അലീന എൻ്റേതാണ്. അവളില്ലാത്തൊരു പെണ്ണിൻ്റെ കൂടെ തനിക്ക് ജീവിക്കാനാവില്ല. അങ്ങനെ മനു വന്ന് കയറിയതും കമല മുഖം വീർപ്പിക്കുന്നുണ്ട്. എവിടെയായിരുന്നു മനു എന്ന് ചോദിക്കുക. എന്താ അങ്ങനൊരു ചോദ്യം? അല്ല, നീ എവിടെയായിരുന്നു? നീ എന്തായാലും ജോലി സ്ഥലത്തേക്ക് പോയിട്ടില്ല. നീ മറ്റെവിടേക്കോ പോയതാ? അതേലോ, അലീനയെ കാണാൻ പോയത്. അലീനയെ കാണാനോ? നീ എന്തിനാടി അവിടുത്തെ വേലക്കാരിയെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത്? അവൾ വേലക്കാരിയല്ലമ്മേ, എനിക്കറിയാം അവൾ ആരാണെന്ന്. ആരായാലും എനിക്കെന്താ. പക്ഷേ നീ ഒരു കാര്യം ഓർത്തോ? വേലക്കാരുടെ പുറകെ പോകുന്ന പോക്ക് അങ്ങ് നിർത്തിയേക്ക്. ആ നശിച്ചവൾ ഈ കുടുംബത്തിൽ കാലുകുത്തിയത് മുതൽ തുടങ്ങിയതാ ഇവിടുത്തെ അപശകുനം. എന്നിട്ട് അവളെ കാണാൻ പോയിരിക്കുന്നു. അങ്ങനെ എത്ര വേലക്കാരികൾ ഇവിടുന്ന് പോയിട്ടുണ്ട്. അവരൊക്കെ കാണാം നീ പോയിട്ടുണ്ടോ മനു? അവളെ എൻ്റെ മനസ്സിൽ വേലക്കാരിയല്ല, എൻ്റെ രാജകുമാരിയാണ്. അവളിപ്പോൾ വീട്ടുജോലിക്കാരിയായിട്ടല്ല അവിടെ നിൽക്കുന്നത്. പിന്നെ അവിടുത്തെ റാണിയായിട്ടാണോ? അതേ അമ്മേ, അമ്മ അവളെ കാണണം, റാണിയായിട്ട് തന്നെയാണ്. നീ എന്തൊക്കെയാണ് മനു പറയുന്നത്?
ഞാൻ പറഞ്ഞല്ലോ നിനക്ക് വേണ്ടി പല ആലോചനകൾ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അതിലേതെങ്കിലും നീ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല എങ്കിൽ പിന്നീട് ഈ കമലയെ നീ കാണില്ല. അമ്മയെ ഞാൻ കാണാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എടാ നിനക്ക് യാതൊരു ഇതുമില്ലേ? നിൻ്റെ അമ്മയല്ലേ പറയുന്നത് എനിക്കിഷ്ടമില്ലാത്ത ഒരാളെ നീ ഈ വീട്ടിലേക്ക് കൊണ്ടുവരില്ല. അമ്മയോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് അവളെ ഇഷ്ടമാണ്. അവളല്ലാതെ മറ്റൊരു പെണ്ണിനെ ഞാൻ വിവാഹം കഴിക്കില്ല. അത് അലീനയ്ക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും അവൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവളെ വിവാഹം കഴിക്കും. ഇനി അവൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ പോലും ഞാൻ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മനു അങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ കമലയാണെങ്കിലും ഇടത്ത് നിൽക്കാണ്. ആ സമയം ശിവശങ്കരനെ അവൾ വിളിക്കുന്നുണ്ട്. എനിക്ക് എന്തായാലും വേണ്ടില്ല ആ അലീന എന്നവളെ ഉണ്ടല്ലോ അവളെ നശിപ്പിച്ച് കളഞ്ഞേക്കണം. നിങ്ങളുടെ മകൻ്റെ ജീവിതത്തിലേക്ക് അവളെ വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. എനിക്ക് അങ്ങനെ ഒരു മരുമകൾ വേണ്ട. കമലെ നീ ഇതെന്തറിഞ്ഞിട്ടാ? നീ ഒന്നും മിണ്ടാതിരിക്കുക. നമുക്കിതൊക്കെ ആലോചിക്കാൻ സമയമുണ്ടല്ലോ ഇനിയും. മനു ഇന്നോ നാളെയോ വിവാഹം കഴിക്കുന്നുണ്ടോ ഇല്ലല്ലോ? അവർക്ക് എത്ര വയസ്സെന്ന് കരുതിയിട്ടാണ് നോക്കിയിരിക്കുന്നത്. ഇപ്പോൾ വിവാഹപ്രായമല്ലേ? അവൻ്റെ താഴെ ഒരാളും കൂടെ ഉണ്ടല്ലോ. അവൻ്റെ താഴെ ഒരാളുള്ളത്. അവൻക്ക് പെണ്ണ് കിട്ടുമെന്ന് പോലും അറിയില്ല. അവൻ ജയിലല്ലേ? ജയിലിൽ നിന്ന് വന്നിട്ട് വേണ്ടേ? എന്നാലും ശിവേട്ട എനിക്കൊണ്ട് ഭ്രാന്ത് പിടിക്കുന്നു. നീ ഓരോന്നാലോചിച്ച് വെറുതെ ഭ്രാന്ത് പിടിക്കേണ്ട. അങ്ങനെ മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെന്നിട്ട് കമല ഇങ്ങനെ ദേഷ്യത്തിൽ മുത്തശ്ശിയെ നോക്കുന്നുണ്ട്. എന്താടി നീ കൂർപ്പിച്ച് നോക്കുന്നത്? നിങ്ങളെ നോക്കാനെന്ന് പറഞ്ഞല്ലേ നിങ്ങളുടെ ഭർത്താവ് അവളെ ആ അനാഥാലയത്തിൽ നിന്ന് ഇങ്ങനെ കെട്ടിയെടുത്തത്. ഇപ്പം അവൾ എല്ലാവർക്കും തലവേദനയായി. അവളിവിടുന്ന് പോയില്ലേ? പിന്നെ എന്തിനാ തലവേദന? അതെ എൻ്റെ മകനെയും കൊണ്ട് പോവൂ എന്ന് കരുതിയിരിക്കുക അവൾ. മനുവിനെ അവൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നു. അതിപ്പോൾ നല്ല കഥയായി. അവൾ അങ്ങനെ ചെയ്യത്തില്ല. അത് അമ്മയോട് ആരാ പറഞ്ഞത്? അവൾ എന്തായാലും അങ്ങനെ ചെയ്യത്തില്ല. എനിക്കറിയാലോ അവളെ. നിന്റെ മകൻ അവളുടെ പുറകെ പോയി കാണും. അതെ പേരക്കുട്ടികൾക്ക് നിങ്ങൾ തന്നെയല്ലേ എല്ലാത്തിനും ഒത്താശ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ മുത്തശ്ശിയെ അടുത്ത് ഒന്ന് വഴക്കിട്ടുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോവാണ് കേട്ടോ. ബാലചന്ദ്ര മേനോൻ്റെ അടുത്തും ഈ വിഷയം കമല സംസാരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലേക്കൊരു വേലക്കാരിയെ കൂട്ടിക്കൊണ്ടെന്ന് കരുതി അതെൻ്റെ മകനെ കെട്ടിവെക്കാൻ നോക്കേണ്ട. എന്താ കമലക്ക് ഭയമുണ്ടോ മകനേറ്റി അവനെ വിവാഹം കഴിക്കുമോ എന്ന്? അതെ എനിക്ക് നല്ല ഭയമുണ്ട്. അവളെപ്പോലെ ഒരു പിഴച്ചു പ്രസവിച്ച സ്ത്രീയെ എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എന്തായാലും മനുവിൻ്റെ മുറപ്പെണ്ണാണ് അവൻ വിവാഹം കഴിക്കുന്നതിന് യാതൊരു എതിർപ്പും എനിക്കില്ല എന്ന് പറയാം. മുറപ്പെണ്ണോ? ഏത് വകയിലാ അവൻ അവളുടെ മുറപ്പെണ്ണാവുന്നത്? അതൊക്കെയുണ്ട്. കമലക്കറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. അതെനിക്കറിയണം. ബാലചന്ദ്രൻ്റെ മകളാണെങ്കിൽ പോലും അതെങ്ങനെ മനുവിൻ്റെ മുറപ്പെണ്ണാവും? ബബിത അവൻ്റെ മുറപ്പെണ്ണല്ലേ? അതുപോലെ കൃഷ്ണമോളും അതുപോലെ എൻ്റെ മകളും അലീനയും മുറപ്പെണ്ണ് തന്നെ. അങ്ങനെ അങ്ങ് കരുതിക്കോ. ഇത് കണ്ടതും കമലക്ക് വലിയ സംശയമായി തുടങ്ങാൻ കേട്ടോ. അയാളുടെ ഒരു മുറപ്പെണ്ണ് ഏത് വകയില? ഏതോ സ്ത്രീക്ക് പിഴച്ചുണ്ടായ അവൾ എങ്ങനെ എൻ്റെ മകൻ്റെ മുറപ്പെണ്ണാവുന്നത്? അങ്ങനെ പെറുപെറുത്തുകൊണ്ട് നിൽക്കുക ശിവശങ്കര നാട്ടിലേക്ക് വന്ന സമയത്ത്. പിന്നീട് ഒരു ദിവസം ഒരു അച്ഛൻ്റെ വക്കീൽ അവിടേക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. ആ വക്കീലിനെ കണ്ടതും മനുവിനും ശിവനും സംശയമാവട്ടോ. ഇപ്പോൾ അദ്ദേഹം എങ്ങോട്ട് വരെ മുത്തശ്ശൻ മരിച്ചതിന് ശേഷം ഇതുവരെ ദിവാകരൻ എന്ന ആ വക്കീൽ ഇതുവരെ അവിടേക്ക് വന്നിട്ട് പോലുമില്ല. ഇപ്പം എന്താ കാര്യം? അല്ല താനെന്താ ഈ വഴിക്ക്? ഇവിടെ വരേണ്ട ഒരാവശ്യമുണ്ടായിരുന്നോ? എന്നെ കുറച്ച് വിൽപത്രവും ആധാരവും ഏൽപ്പിച്ചിട്ടുണ്ട്. ആര്? അച്ഛനോ? അച്ഛനെ എന്തിന്? സ്വത്തുക്കളൊന്നും ഇനിയില്ലല്ലോ. ഉള്ള സ്വത്തുകൾ ഞങ്ങൾക്കെല്ലാവർക്കും ഭാഗം വെച്ച് തന്നു. പക്ഷേ മക്കളറിയാത്ത കുറച്ച് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. ഇത് രഹസ്യമായിട്ട് ഒരു വിൽപത്രം എഴുതി രജിസ്റ്റർ ചെയ്ത ഒരു ആധാരവും ഉണ്ടെന്ന് പറഞ്ഞ് ഒരു ഫയലെടുത്ത് കൊടുക്കട്ടോ. നേട്ടലോടുകൂടെ ഇവർ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. എന്നിട്ട് ആ വിൽപത്രം വായിച്ചതും ആ ഒരു രഹസ്യമാക്കി വെച്ച ആ ഒരു ഭൂമിയും കെട്ടിടവും അലീനയുടെ പേർക്കാവട്ടോ. ശിവശങ്കര മേനോന് അതോടുകൂടെ കാര്യം മനസ്സിലാവും. മുത്തശ്ശന് എന്നോ അറിയാലോ അലീന കൊച്ചുമകളാണെന്ന്. അവളുടെ ഭാവി സുരക്ഷിതമാക്കാനും അവളോടുള്ള കുറ്റബോധം കൊണ്ട് തന്നെ അവളെ അന്ന് നന്നേ ചെറുപ്പത്തിൽ അനാഥയത്തിൽ കൊണ്ടുപോയില്ലേ? വയസ്സാം കാലത്ത് മരിക്കുന്ന സമയത്ത് അച്ഛന് തിരിച്ചറിവ് വന്ന് അവളുടെ പേരിൽ എഴുതി വെച്ചതാണ്. പക്ഷേ ഇത് കണ്ടാൽ കമലയും വൈജിയും എല്ലാവരും സംശയിക്കും. ഇനിയിപ്പോൾ ഒന്നും മറക്കാൻ പറ്റിയില്ലല്ലോ എന്നെല്ലാം ഓർക്കട്ടോ. എന്താ അച്ഛാ അത് എന്ന് മനുവും ചോദിക്കുന്നത്. എടാ അലീനയുടെ പേരിലുള്ള വിൽപത്രമാണ് എന്ന് പറയാണ്. അങ്ങനെ അലീനയുടെ പേരിൽ വിൽപത്രമോ? അങ്ങനെ കമലയാണെങ്കിലോ എന്താന്ന് ചോദിച്ചെങ്കിലും മനുവും ശിവശങ്കരനും ആ ഒരു ഫയല് കമലയെ കാണിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ കമലയ്ക്ക് ആ അച്ഛൻ എന്താണ് രഹസ്യമായിട്ട് ആ ഒരു വിൽപത്രത്തിൽ എഴുതിയിട്ടുണ്ടാവുക അതറിയാനായിട്ട് തന്നെ കമല ആ ഒരു ഫയല് ഇവർ രണ്ടുപേരും കാണാതെ എടുത്ത് നോക്കുകയാണ്. തൻ്റെ കൊച്ചുമകളായ അലീനയുടെ പേരിൽ കെട്ടിടവും വസ്തുക്കളും എഴുതി വെക്കുന്നു എന്ന വിൽപത്രവും കണ്ട് വാ പൊളിച്ച് അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ കമല.
കമല കരുതാണ് എന്തിൻ്റെ പേരിൽ എന്തിനായിരിക്കും അച്ഛൻ അവളുടെ പേരിൽ ഇത്രയും സ്വത്തുക്കൾ എഴുതി വെച്ചത്, അതും ഒരു അനാഥ പെണ്ണിന്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ ബന്ധമല്ലല്ലോ. കമലക്ക് ആ ഒരു ഫയൽ കണ്ടതും ആകങ്ങ് ദേഷ്യം വരാട്ടോ. ഇത്രയേറെ സ്വത്തുക്കൾ അവളുടെ പേരിൽ എഴുതണമെങ്കിൽ അവൾ ഈ വീടുമായിട്ട് എന്താ ബന്ധം? കുറച്ച് നേരത്തെ ബാലചന്ദ്രൻ പറഞ്ഞു മനുവിൻ്റെ മുറപ്പെണ്ണാണെന്ന്. ഇതാ പറയുന്നു അച്ഛൻ പറയുന്നത് തൻ്റെ കൊച്ചുമകൾ എന്ന അലീന എന്ന അനാഥയത്തിൽ വളരുന്ന സ്നേഹനികേതനത്തിൽ വളരുന്ന അലീനയുടെ പേരിലെന്ന്. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? കമലക്കാണെങ്കിലോ തല പെരിക്കുന്ന പോലെ തോന്നാണ്. അങ്ങനെ കമല അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണുമ്പോൾ ശിവശങ്കര മേനോൻ അവൾക്കരികിലേക്ക് വരുന്നുണ്ട്. എന്താ ഇതിൻ്റെ ഒക്കെ അർത്ഥം? നിങ്ങൾ അച്ഛൻ എന്തിനാ ആ അനാഥ പെണ്ണിൻ്റെ പേരിൽ ഇത്രയും സ്വത്തുക്കൾ എഴുതി വെച്ചത്? അച്ഛനെ തോന്നിക്കാണും ആ അനാഥ പെണ്ണിന് ഈ സ്വത്തുക്കളൊക്കെ കൊടുക്കണമെന്ന്. അങ്ങനെ നിങ്ങൾ നിസ്സാര മട്ടിൽ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കറിയാം ഇതിൻ്റെ പിന്നിൽ എന്തോ രഹസ്യമുണ്ടെന്ന്. എടി, അവളൊരു അനാഥയല്ലേ? ഈ വീട്ടിലേക്ക് അവളെ ഒരു ജോലിക്കാരിയായിട്ട് ഏറ്റെടുത്തു അച്ഛനല്ലേ. അച്ഛൻ മരിച്ചു പോയില്ലെങ്കിൽ നമുക്ക് അച്ഛനോട് ചോദിക്കാമായിരുന്നു എന്തിനായി ചെയ്തതെന്ന്. ഇതിപ്പോൾ എനിക്കറിയാമോ? എന്നിട്ടും നിങ്ങൾക്കിത് കണ്ടിട്ട് യാതൊരു കൂസലുമില്ലല്ലോ. ഇത്രയും സ്വത്ത് എന്തിനാ അവൾക്ക് കൊടുക്കുന്നെന്നാണ് ഞാൻ ചോദിച്ചത്. അച്ഛൻ അവളുടെ പേരിൽ എഴുതി വെച്ചാൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പറ്റില്ല. ഇത്രയും സ്വത്ത് നമ്മുടെ മക്കൾക്ക് വേണം, അല്ലാതെ അവൾക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം ആര് ചോദിച്ചു? ഇതാ എൻ്റെ അച്ഛൻ എഴുതി വെച്ച വിൽപത്രവും ആധാരവും ഒക്കെയാണ്. അത് അലീനക്കാണെങ്കിൽ അലീനക്ക് തന്നെ കൊടുക്കും. അതിന് മാത്രം എന്ത് ബന്ധമാ എന്നാണ് ഞാൻ ചോദിച്ചത്. എല്ലടി, ഒരു കണക്കിന് മനുവിൻ്റെ ഭാര്യയായിട്ട് അവൾ വീട്ടിലോട്ട് വന്നാലും അവൾക്കല്ലേ ആ സ്വത്തുക്കൾ, അത് നമുക്കല്ലേ ഉള്ളത്. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു മനസ്സിലിരിപ്പുണ്ടല്ലേ. എത്ര സ്വത്തുണ്ടെങ്കിലും പൊന്നുകൊണ്ട് മൂടിയാലും ആ പിഴച്ച് പ്രസവിച്ചവളെ തന്തയാരാണെന്നോ തള്ളയാരാണെന്നോ അറിയാത്തവളെ എൻ്റെ മോനെ കൊണ്ട് ഞാൻ വിവാഹം കഴിപ്പിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ആര് പറഞ്ഞു അവളുടെക്ക് തള്ളയാരാണെന്നും തന്തയാരാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇത് കേട്ടതും കമല ചോദിക്കുന്നത് എല്ലാവർക്കും അറിയാമെന്നോ? അത് എങ്ങനെ? അവൾ തന്തയാരാ തള്ളയാരെന്ന് നിങ്ങൾക്കറിയാമോ? ഇനിയിപ്പോൾ നിങ്ങളുടെ അച്ഛന് ഏതെങ്കിലും ബന്ധത്തിലുണ്ടായ കുഞ്ഞാണോ? ഡി കമലെ, അനാവശ്യം പറയരുത്. പിന്നെ ഏത് ബന്ധത്തിൻ്റെ പേരിലാണ് നിങ്ങളിങ്ങനെ മനുവിനെ കൊണ്ട് ആ പിഴച്ച പ്രസവിച്ചവളെ എൻ്റെ മകൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നത്? കമലെ, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. അവളുടെ അച്ഛനും അമ്മയും ആരാണെന്ന് പറഞ്ഞാൽ നീ മനുവുമായിട്ടുള്ള അവളുടെ വിവാഹത്തിന് സമ്മതിക്കുമോ? അപ്പോൾ കമല ഒന്നും വേണ്ടാതെ തല താഴ്ത്താണ്. അവൾ നല്ല കുടുംബത്തിൽ പിറന്ന കുട്ടിയാണ്. അവൾ കാരണമല്ല അവൾ അനാഥയായത്. അവളെ അനാഥയാക്കിയവരാണ് മറ്റുള്ളവരെല്ലാം. എന്നാൽ എനിക്കറിയണം ആരാണ് അലീന. അലീനയെ അച്ഛനും അമ്മയും ആരാണ്? കമലെ, ഞാനീ പറഞ്ഞത് നീ മനസ്സിൽ വെച്ചേക്കണം. പക്ഷേ നിൻ്റെ സ്വഭാവം വെച്ച് നീ ഇത് പത്ര നോട്ടീസ് അടിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഈ രഹസ്യം പുറത്തറിഞ്ഞു പോയാൽ കമലെ, എൻ്റെ ജീവിതത്തിൽ നീ ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. നീ രഹസ്യമാക്കി തന്നെ ഇരിക്കണം. ഒരാളോട് പോലും ചോദിക്കരുത്. ഇല്ല, പറയും. അങ്ങനെയാണെങ്കിൽ അവളുടെ അച്ഛനെയും അമ്മയും കുറിച്ച് എനിക്ക് വിവരം കിട്ടിയാൽ തീർച്ചയായിട്ടും മനുവുമായിട്ടുള്ള അവളുടെ വിവാഹത്തിന് ഞാൻ സമ്മതിക്കും. അവളുടെ തന്തയും തള്ളയും ആരാണ് എന്ന് ചോദിക്കണം. അവൾ മറ്റാരുമല്ല, വൈജ പ്രസവിച്ച വൈജയുടെ മകളാണ്. ഇത് കേട്ടതും ആകെ ഷോക്കായി നിന്നു പോവാൻ കേട്ടോ. വൈജയുടെ മകളോ? അപ്പോൾ ആ കുഞ്ഞിയുടെ അച്ഛൻ വൈജ വിവാഹത്തിന് മുമ്പേ ഒരാളുമായിട്ട് പ്രണയത്തിലായിരുന്നു. ആഗ്രയിൽ ഗംഗേട്ടൻ്റെ കൂടെ താമസിക്കുന്ന കാലം ഗംഗേട്ടൻ്റെ സീനിയർ ഓഫീസറായ ഒരു സ്റ്റാലിൻ ജോസഫുമായിട്ട് അവൾ പ്രണയത്തിലായിരുന്നു. അവളെ ഞങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ അവൾ പൂർണ്ണ ഗർഭിണിയായിരുന്നു. എന്നിട്ട് അവളെയും അവനെയും പിരിപ്പിച്ചതും അവനെ ഒരു ആക്സിഡൻറ്റ് പെടുത്തി അവനെ കോമ സ്റ്റേജിലാക്കിയതിന് ശേഷം ഞങ്ങൾ വൈജയെ കൂട്ടാനായിട്ട് ആഗ്രയിലേക്ക് പോയി. അങ്ങനെ അവളിൽ നിന്ന് ഓരോന്ന് പറഞ്ഞ് സ്റ്റാലിയുമായിട്ടുള്ള അവളുടെ വിവാഹത്തിന് ഞങ്ങൾ സമ്മതിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവളെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. രഹസ്യമായിട്ട് അവളെ ഉണ്ണിമാമൻ്റെ വീട്ടിൽ വെച്ച് രഹസ്യമായിട്ട് പ്രസവമെടുത്തു. അവളെ കുഞ്ഞ് മരിച്ചുപോയെന്ന് അവളെ ബോധ്യപ്പെടുത്തി. എന്നാൽ അച്ഛനും കുഞ്ഞിരാമനേട്ടനും അമ്മാവനും കൂടെ ചേർന്ന് അവളെ ഒരു അനാഥാലയത്തിൽ ഏൽപ്പിച്ചു. അന്ന് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത് അവൾ മരിച്ചു പോയെന്നാണ്. 23 വർഷങ്ങൾക്ക് ശേഷം അലീന വീട്ടിലേക്ക് വന്നപ്പോഴാണ് ഞങ്ങളെല്ലാവരും അറിഞ്ഞത് അലീന വൈജയുടെ മകളാണെന്ന്. അതാദ്യം അറിഞ്ഞത് ബാലചന്ദ്രമേനോനാണ്. ഇത് എല്ലാം കേട്ട് വിശ്വസിക്കാനാവാതെ കമലാകെ അന്തവിട്ട് നിൽക്കുക. ബാലചന്ദ്രമേനോനും അറിയാമോ? അതെ, ആദ്യം ഈ രഹസ്യം പറഞ്ഞത് അയാളാണ്. അതുകൊണ്ടാണ് വൈജയോട് കാണിക്കുന്ന അകൽച്ചയും അലീനയെ ചേർത്ത് പിടിച്ചൊക്കെ ഉണ്ടാകുന്ന അതൊക്കെ കാണിച്ചതെല്ലാം ബാലചന്ദ്രൻ അവളോടുള്ള പകയായിരുന്നു. 23 വർഷക്കാലം തൻ്റെ ഭാര്യ തന്നെ ചതിക്കുവാണെന്ന് മനസ്സിലാക്കിയ ബാലചന്ദ്രനാണ് ഈ കാര്യങ്ങളെല്ലാം പിന്നീട് ഞങ്ങളോട് പറഞ്ഞത്. അലീന വൈജയുടെ മകളാണെന്നറിയാതെ ഞങ്ങൾ ഒരുപാട് ദ്രോഹം അവളെ ചെയ്തു. മനുവിനും അറിയാം ഈ രഹസ്യം എന്ന് പറയാട്ടോ. ഇതെല്ലാം കേട്ട് നെട്ടിത്തരിച്ച് നിൽക്കാണ്. എന്നിട്ട് ആ സ്റ്റാലിൻ ജോസഫിനെ കൊണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് അവളെ കല്യാണം കഴിപ്പിക്കാനത്? നമ്മൾ 2 മതസ്ഥരല്ലേ. അന്ന് കുടുംബ മഹിമ, നാട്ടുകാരും വീട്ടുകാരും എന്ത് പറയും എന്നൊക്കെ ഒരു തോന്നലിൽ സ്റ്റാലിൻ ജോസഫിനെ
ഞങ്ങൾ കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ അവന് ഒരു അപകടം പറ്റിയെന്നല്ലാതെ 1 വർഷത്തോളം അവൻ കോമ സ്റ്റേജിലായിരുന്നു. ഒടുവിൽ വൈജയോട് ഞങ്ങളൊരു കള്ളം പറഞ്ഞു. സ്റ്റാലിൻ്റെ ഒരു പെണ്ണുമായി, ക്രിസ്ത്യാനി പെണ്ണുമായിട്ട് വിവാഹം കഴിഞ്ഞെന്ന് പറഞ്ഞ് അവളെ ക്ഷണക്കത്ത് കാണിച്ച് വിശ്വസിപ്പിച്ച് ബാലചന്ദ്രനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചു. 1 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് വൈജ വിവാഹത്തിന് സമ്മതിച്ചത്. അപ്പോഴേക്കും അവളുടെ കുഞ്ഞ് 1 വയസ്സായി ആ ഒരു സ്നേഹനിഗീനത്തിൽ വളരുന്നുണ്ടായിരുന്നു. എന്നാൽ ആ കുഞ്ഞ് മരിച്ചുപോയെന്നും അവളെ ഒരു നോക്കുപോലും വൈജ കണ്ടിട്ടില്ല. ഇപ്പോഴും അങ്ങനൊരു കുഞ്ഞ് ജീവിച്ചിരിപ്പുള്ള കാര്യം വൈജയ്ക്ക് അറിയില്ല. അവളിതറിഞ്ഞാൽ ഉണ്ടാവുന്ന അപകടം നിനക്കറിയാലോ. ഞങ്ങളുടെ നേരെ എല്ലാം അവൾ വിരൽ ചൂണ്ടും. അന്ന് സ്റ്റാലിൻ ജോസഫിനടക്കം ഞങ്ങൾ അപകടപ്പെടുത്താൻ നോക്കിയ എല്ലാ രഹസ്യങ്ങളും പുറത്തു വരും എന്ന് പറയാട്ടോ. തൽക്കാലം വൈജയോട് നീ മറ്റൊരുടെ ഈ രഹസ്യം പറയത്. കമലെ, നിന്റെ വായിൽ നിന്ന് നീ പുറത്തേക്ക് വന്നാൽ ഉണ്ടല്ലോ, നീ ഒരിക്കലും എൻ്റെ കൂടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് കമലയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇനി നീ കേട്ടോ, സ്റ്റാലിൻ ജോസഫ് എന്ന ആരാ നിനക്കറിയോ? കോടീശ്വരനാണ്. അലീനയ്ക്ക് അത്രയും സ്വത്തുക്കൾ അലീനയുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി പറ, അലീന നിൻ്റെ മകന് യോജിച്ച പെണ്ണല്ലേ? അവൻ്റെ മുറപ്പെണ്ണ് തന്നെയല്ലേ അലീന ഒരു അനാഥയത്തിൽ വളർന്നത്? അവളുടെ തെറ്റാണോ? മുത്തശ്ശനും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നാണ് അവളെ അനാഥയാക്കിയത്. അവൾ നന്നായിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ജീവിക്കേണ്ടവളായിരുന്നില്ലേ? സ്റ്റാലിനെയും വൈജിയും രണ്ടും വേർപിരിച്ചതും ഞങ്ങളാണ്. അതുകൊണ്ട് അതിൽ തെറ്റിക്കാരി ഒരിക്കലും അലീനയല്ല. അവൾ എല്ലാവരെയും സഹായിച്ചു, ക്ഷമിച്ചും ആ വീട്ടിലെല്ലാവരും സ്നേഹിക്കാൻ കാരണം അവൾ ഒറ്റരുത്തിയ. പിന്നെ അരിയുടെ കാര്യത്തിൽ അരി അവളെ ഒരുപാട് ഉപദ്രവിച്ചു. നമ്മളുടെ മകൻ്റെ സ്വഭാവം അത്ര ശരിയൊന്നുമല്ല. ഒരു പെൺകുട്ടിയെ സ്നേഹം നടിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചവനാ, റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു. എന്നിട്ടെന്താ അവൻ അതിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നത്? അലീനക്ക് അറിയാം തൻ്റെ അമ്മയാണ്, ഞങ്ങളെല്ലാം അമ്മാവന്മാരാണ്, ഇത് ആൻറ്റിയാണെന്ന കാര്യം. എന്നിട്ട് പോലും അവൾ ഇത്രയും ഉപദ്രവിച്ചിട്ട് കമലെ, നിന്നെ അവൾ ഇത്രയേറെ മുഖം കറുപ്പിച്ച് നോക്കിയിട്ടുണ്ടോ? നിൻ്റെ മകനെ അവൾ സ്വന്തമാക്കാൻ നോക്കിയിട്ടില്ല. എപ്പോഴും മനുവിനോട് അവൾ പറഞ്ഞിട്ടുള്ളത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്നാ, തൻ്റെ പുറകെ നടക്കേണ്ടെന്നും തനിക്ക് വിവാഹമേ വേണ്ടെന്നൊക്കെയാണ് അവൾ പറഞ്ഞത്. നിൻ്റെ മകനെ പിടിച്ചു വെക്കാൻ അവൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ഇതെല്ലാം കേട്ട് തല കറങ്ങുന്ന പോലെ കമലയ്ക്ക് തോന്നാട്ടോ. അങ്ങനെ കമലക്ക് ഇതാരോടും പറയാനാവാതെ നിൽക്കുകയാണ്. പിന്നീട് മനുവിൻ്റെ റൂമിലേക്ക് വന്ന് മനുവിനോട് കമല പറയുന്നുണ്ട്, മോനെ, നിൻ്റെ വിവാഹത്തിന് എനിക്ക് സമ്മതം. നിനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ നീ വിവാഹം കഴിച്ചോ? ഞാനൊരു എതിർപ്പും പറയില്ല. ആഹാ, അമ്മയുടെ തീരുമാനം മാറ്റിയോ? അതെ. എന്തുകൊണ്ടാണ് മാറ്റിയത്? അലിനയുടെ പേരിൽ ആ മുത്തശ്ശൻ അത്രയും വിൽപ്പത്രം എഴുതി വെച്ചതുകൊണ്ടാണോ? സ്വത്തുക്കൾ ഉണ്ടായതാണോ? അതൊന്നുമല്ല. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും ഞാൻ സമ്മതിച്ചേനെ. അതെന്താ, എൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത്? അങ്ങനെ കമലയാണെങ്കിലോ കണ്ണീരോട് കൂടെ താഴ്ത്തി നിൽക്കുന്ന കമലെ കണ്ട മനുവിന് അത്ഭുതത്തോടെ ചോദിക്കുക, ഇതെന്ത് പറ്റി എൻ്റെ അമ്മയ്ക്ക്? എൻ്റെ അമ്മയല്ല, എൻ്റെ അമ്മ മാറിപ്പോയോ? ഒന്ന് പോടാ അവിടെ നിന്ന്. നീയും അലീനയും തമ്മിലുള്ള വിവാഹത്തിന് എനിക്ക് സമ്മതമാണ്. നിനക്കിഷ്ടമാണെങ്കിൽ നീ അവളെ വിവാഹം കഴിച്ചോ, ഞാൻ ഒരു തടസ്സമായിട്ട് നിൽക്കില്ല. എന്നാലും എൻ്റെ കമലാമ്മേ, ഇതെന്തു പറ്റി? കാക്ക മലർന്നു പറക്കുമല്ലോ, ഒന്ന് പോടാ അവിടെ നിന്ന്. അപ്പോഴും കമല ഒന്നും മിണ്ടാതെ സ്റ്റെയർ കേസ് ഇറങ്ങി പോവാട്ടോ. അപ്പോൾ ശിവശങ്കരൻ മേനോൻ അവിടേക്ക് വരുന്നുണ്ട്. എന്താടാ നിൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് പോകുന്നത്? എനിക്കതല്ല, അമ്മയ്ക്ക് ഇത്രയും ചേഞ്ചോ? അമ്മ എൻ്റെയും അലിയുടെ വിവാഹത്തിന് സമ്മതിച്ചു. എന്താ പറ്റിയത്? ഇനിയിപ്പോൾ ആ വിൽപ്പത്രമായിരിക്കുമോ അച്ഛാ കാരണം? അതൊന്നുമല്ല. അലിനോട് യഥാർത്ഥ അച്ഛനും അമ്മയും ആരാണെന്ന് എനിക്ക് പറയേണ്ടി വന്നു. എൻ്റെ അച്ഛ അമ്മയോട് പറഞ്ഞോ? അമ്മ അത് നോട്ടീസ് അടിക്കും. നീ എനിക്കിപ്പോൾ അവൾ പറയില്ല. അവൾ പറയാതിരിക്കാനുള്ള മരുന്ന് ഞാൻ കൊടുത്തിട്ടാ ഞാൻ ആദ്യമേ അത് പറഞ്ഞത്. എന്നാൽ ഇത്ര മാറ്റം അമ്മയുടെ അലീന വൈജാൻറ്റിയുടെ മകളാണെന്ന് തിരിച്ചറിഞ്ഞാലൊന്നും അമ്മ ഇതിന് സമ്മതിക്കില്ല. എടാ, അവളുടെ പേരിൽ ഒരുപാട് സ്വത്തുക്കളുണ്ടെന്ന് അറിഞ്ഞിട്ടായിരിക്കാം അവളുടെ ഈ മാറ്റം. സ്റ്റാലിൻ ജോസഫ് ഭൂസ്വത്തുക്കളുള്ള ആളാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതൊന്നുമല്ല. ശരിക്കും കണ്ണു നിറഞ്ഞിട്ടാ അമ്മ അത് സംസാരിച്ചത്. എന്തായാലും നിന്റെ അമ്മ സമ്മതിച്ചത് നല്ല കാര്യമായി. ഇനിയിപ്പോൾ അവളുടെ ആ ഒരു വാശിയൊന്നും ഉണ്ടാവില്ലല്ലോ. എന്നാലും അച്ഛ, അലീന സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളുടെ പപ്പയും വലിയ പിടിവാശിക്കാരനാണ്. ഈ കുടുംബത്തിലേക്ക് മകളെ പറഞ്ഞു വിടില്ല. നമുക്ക് നോക്കാം. അലീനക്ക് നിന്നെ ഇഷ്ടമാണെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ടതില്ല എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ശിവശങ്കരൻ മകനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ സ്റ്റാലിൻ തൻ്റെ മകളെ അവിടേക്ക് പറഞ്ഞു വിടില്ല. മനുവിനെ വിളിച്ചു വരുത്തി തൻ്റെ മകളെ ആലോചിച്ച് നീ വിവാഹം കഴിക്കാതിരിക്കണമെന്നും അവളെ മറ്റൊരു ചെറുപ്പക്കാരനുമായിട്ടുള്ള വിവാഹം നിശ്ചയിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. ചങ്ക് പിഴഞ്ഞാണ് പിന്നെ മനു ഓരോ രാത്രി കഴിച്ചു കൂടുന്നത്. അലീനയുടെ അവസ്ഥ ഇത് തന്നെ. മറ്റൊരാളുമായിട്ട് അലിയുടെ വിവാഹം നിശ്ചയിക്കാൻ വേണ്ടി പോവാണ്. എന്നാൽ ബാലചന്ദ്രൻ ഇതിൽ ഇടപെടുന്നുണ്ടെങ്കിലും
ഞാൻ രണ്ടച്ഛന്മാരോടും പറയാം എനിക്കിപ്പോൾ വിവാഹം വേണ്ടെന്ന് അലീന തീർത്ത് പറയുന്നുണ്ട്. രണ്ടുപേരെയും അവൾക്ക് വിഷമിപ്പിക്കാൻ വയ്യ. വിവാഹം വേണ്ടെന്ന് വെച്ചാൽ പിന്നീട് യാതൊരു പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കി അലീന അങ്ങനെ ഒരു തീരുമാനത്തിലെത്താണ്.